الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് യൂനുസിലെ രണ്ടാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أكان للناس عجبا أن أوحينا إلى رجل منهم أن أنذر الناس وبشر الذين آمنوا أن لهم قدم صدق عند ربهم. قال الكافرون إن هذا لساحر مبين. അക്കാന ലിന്നാസി അജബൻ, ജനങ്ങൾക്ക് അത്ഭുതമാണോ, ജനങ്ങൾക്ക് അത്ഭുതമുണ്ടോ? അനൗഹൈന, നാം ബോധനം നൽകി, ദിവ്യബോധനം നൽകി എന്ന കാര്യത്തിൽ, ഇലാ റജുലിൻ മിൻഹും, അവരിൽ നിന്നു തന്നെയുള്ള ഒരാളിലേക്ക്, അനന്ദിരിന്നാസ, താങ്കൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം, വബശിരില്ലദീന ആമനു, വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും വേണം, അന്നലഹും, തീർച്ചയായും അവർക്കുണ്ടെന്ന്, ഖദമ സ്വിദ്ഖിൻ, മഹത്തായ പദവി, ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ അടുത്ത്. ഖാലൽ കാഫിറൂന, നിഷേധികൾ പറഞ്ഞു, ഇന്ന ഹാദ, തീർച്ചയായും ഇയാൾ, ലസാഹിറും മുബീൻ, വ്യക്തമായും മാരണക്കാരനാണ്, ആഭിചാരക്കാരനാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. അകാന ലിന്നാസി അജബൻ, അകാന ലിന്നാസി, ജനങ്ങൾക്കുണ്ടോ, അജബൻ, അത്ഭുതം, അനൗഹൈന, നാം വഹി, ദിവ്യബോധനം, രഹസ്യബോധനം നൽകി എന്ന കാര്യത്തിൽ, ഇലാ റജുലിൻ മിൻഹും, അവരിൽ നിന്നു തന്നെയുള്ള ഒരു മനുഷ്യന്, അനന്ദിരിന്നാസ, ജനങ്ങൾക്ക് താക്കീത് നൽകുക എന്നതിന് വേണ്ടി, താങ്കൾ ജനങ്ങൾക്ക് താക്കീത് നൽകുക എന്ന് അറിയിച്ചുകൊണ്ട് അവരിൽ നിന്നു തന്നെയുള്ള ഒരു മനുഷ്യന് ദിവ്യബോധനം നൽകി എന്ന വിഷയത്തിൽ ജനങ്ങൾ അത്ഭുതപ്പെടുകയാണോ? വബശിരില്ലദീന ആമനു, വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം എന്നും, അന്ന ലഹും, തീർച്ചയായും അവർക്കുണ്ട്, ഖദമ സ്വിദ്ഖിൻ, മഹത്തരമായ പദവി, അല്ലെങ്കിൽ ക്ഷയിക്കാത്ത കീർത്തി, ഇൻദ റബ്ബിഹിം, അവരുടെ നാഥൻ്റെ അടുത്ത്. ഖാലൽ കാഫിറൂന, കാഫിറുകൾ പറഞ്ഞു, ഇന്ന ഹാദാ, തീർച്ചയായും ഇയാൾ, ഇദ്ദേഹം, ലസാഹിറും മുബീൻ, വ്യക്തമായും മാരണക്കാരനാണ്, ആഭിചാരക്കാരനാണ്, ജാലവിദ്യക്കാരനാണ് എന്നൊക്കെ. സാഹിർ ആയത്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കേൾപ്പിച്ചപ്പോൾ, ഇയാൾ നബിയാണോ, ഇയാളെയാണോ അല്ലാഹ് നബി ആക്കിയത് എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടുക. ഇത് നബിയൊന്നും അല്ലെന്നേ, ഇയാളെന്തോ മാരണം, ഏതോ ആഭിചാരക്രിയക്ക് വിധേയനായിട്ടുണ്ട്. ആഭിചാരക്രിയക്ക് വിധേയനായി മനസ്സിൻ്റെ താളം തെറ്റിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുക, അല്ലാതെ ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതൊന്നുമല്ല. പിന്നെ ഇനി ദൈവം അങ്ങനെ ഒരു നബിയെ ദിവ്യബോധനം നൽകി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തന്നെ ഇയാളാണോ അതിന് പറ്റിയത്? വേറെ ഈ മക്കയിൽ എത്ര ആളുകളുണ്ട്, തായിഫിൽ എത്ര ആളുകളുണ്ട്? മക്കയിൽ വലീദ് ഇബ്നു മുഗീറ ഇല്ലേ, തായിഫിൽ മസ്ഊദ് ഇബ്നു അംർ ഇല്ലേ? ഇതൊക്കെ എത്ര പ്രഗത്ഭരാണ്, സമ്പത്ത് കൊണ്ടും സാഹിത്യം കൊണ്ടും പ്രഗത്ഭരായ വലീദ് ഇബ്നു മുഗീറയും മസ്ഊദ് ഇബ്നു അംറൊക്കെ
ഒരാൾ മക്കയിലും ഒരാൾ ത്വായിഫിലും ഉണ്ടായിരിക്കും. ഈ മുഹമ്മദ് യത്തീമായി വളർന്ന സമ്പന്നതയില്ലാത്ത ഇയാൾ എങ്ങനെ നബിയായത്? ഇതായിരുന്നു അവരുടെ അത്ഭുതം. അതുമാത്രമല്ല, നമ്മളെ അടിയിക്ക് നബിയായിട്ടൊരു മനുഷ്യനെ അയക്കാൻ പറ്റുമോ? മനുഷ്യൻ നബിയായി വരാൻ പാടില്ലല്ലോ. നമ്മളെപ്പോലെ എന്നല്ലാതെ എന്ത് പ്രത്യേകതയാണ് അയാൾക്കുള്ളത്? എന്നിട്ട് അവരെന്തൊക്കെയാ പറഞ്ഞു? അവർ പറഞ്ഞു ലൗലാ നുസ്സില ആദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയത്തൈനി അളീം. 2 നാട്ടിലെ പ്രഗത്ഭരായ ആൾക്കാരില്ലേ, വൈഫിലുണ്ട്, മക്കത്തുണ്ട്. എന്നിട്ട് അള്ളാഹു അവരിൽ ഒരാൾക്ക് എന്തുകൊണ്ട് വഹീ കൊടുത്തില്ല? അപ്പോൾ അള്ളാഹ് ചോദിച്ചു, അഹും യഖ്സിമൂന റഹ്മത്ത റബ്ബിക. അള്ളാഹിൻ്റെ കാരുണ്യം ഇബലാണ് ഓരിച്ചു കൊടുക്കുന്നത്. ആർക്ക് കൊടുക്കണം കൊടുക്കണ്ടെന്നൊക്കെ ഇവർ തീരുമാനിക്കാം. ഇബലാരാ? സൂറത്തു സുഖ്റൂഫിൽ അള്ളാഹു അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി പ്രബോധകനായി മക്കയിൽ നിയോഗിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുന്നതിന് അവർ ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ, ഒന്ന്, ഇദ്ദേഹം ധനാഢ്യനല്ല, പ്രമാണിയല്ല. അങ്ങനെ പ്രമാണിമാരായ ധനാഢ്യന്മാരായ സാഹിത്യകാരന്മാരായ ആളുകൾ ഈ മക്കയിലുണ്ട്. അതിൽ മുമ്പൻ വലീദ് ഇബ്നു മുഗീറയാണ്. അല്പം അകലെ ത്വായിഫിലുണ്ട്. അതിൽ മുമ്പൻ മസ്ഊദ് ഇബ്നു അംറ. ഇവരെയൊക്കെയാണ് നബി ആക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം. ഇനി അങ്ങനെ നബി ആക്കുകയാണെങ്കിൽ തന്നെ മനുഷ്യനെ നബിയാക്കാൻ പാടുണ്ടോ? നമ്മുടെ അടിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ മലക്കുകളെയൊക്കെ പറഞ്ഞേക്കണ്ടേ? അല്ലെങ്കിൽ ചുരുങ്ങിയത് മലക്കുകളുടെ അകമ്പടി വേണ്ടേ? മുന്നിലും പിന്നിലായിട്ട് ഇതാ നിങ്ങളിലേക്ക് നിയോഗിതരായ പ്രവാചകൻ ആഗതനാകുന്നു, നിങ്ങളെല്ലാവരും സ്വീകരിക്കുവിൻ, വരവേൽക്കുവിൻ എന്നൊക്കെ പറഞ്ഞ് ഒരാൾ അനൗൺസ് ചെയ്ത് മുന്നിക്ക് ഇങ്ങനെയൊക്കെ അവർ ചോദിച്ചു. അല്ലെങ്കിൽ അള്ളാഹിൻ്റെ അടുത്ത് ഒരു ഐഡൻറ്റി കാർഡ് വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി നിയോഗിച്ചപ്പോൾ അവർ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് അത്ഭുതപ്പെടുക. അതാണ് അള്ളാഹ് ചോദിക്കുന്നത്. കാനലിന്ന ഇത് എപ്പോഴാണ് ഈ സൂറ അവതരിപ്പിക്കപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ ജീവിതത്തിൻ്റെ അവസാനത്തിൽ. മക്കാ ജീവിതത്തിൻ്റെ അവസാനം. എതിർപ്പ് അതിൻ്റെ മൂർധന്യതയിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ കൊല്ലണമെന്നുള്ളിടത്തോളമാണ് ഇപ്പോൾ അവരുള്ളത്. അല്ലെങ്കിൽ നാട് കടത്തണം, അല്ലെങ്കിൽ വീട്ടുതടങ്കലിലാക്കണം എന്നൊക്കെ ആലോചിക്കുന്ന സമയത്താണ്. അപ്പോൾ അള്ളാഹ് ചോദിക്കുക, കാനലിന്നാസ് ജനങ്ങൾക്കുണ്ടോ അജബൻ അത്ഭുതം ഔഹൈനാ ഇലാ റജുലിൻ മിൻഹും അവരിൽ നിന്ന് തന്നെയുള്ള ഒരു നബിയെ നിയോഗിക്കുന്നതിൽ, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു മനുഷ്യനിലേക്ക് വഹീ നൽകുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് അള്ളാഹ് മുൻ നബിമാർക്കൊക്കെയും വഹീ നൽകിയിട്ടുള്ളതെന്നും വേറെ സൂചിപ്പിച്ചിട്ടുണ്ട്. അൻദിരിന്നാസ ജനങ്ങൾക്ക് താക്കീത് നൽകുവാൻ, ബശീരില്ലദീന ആമനു മുഅ്മിനുകൾക്ക് സന്തോഷവാർത്ത നൽകുവാനും വേണ്ടി അവരിൽ നിന്ന് തന്നെയുള്ള ഒരു നബിയെ, ഒരു മനുഷ്യനെ വഹീ നൽകി പ്രവാചകനായി നിയോഗിക്കുന്നതിൽ അവർ അത്ഭുതപ്പെടേണ്ടതുണ്ടോ? അന്നലഹും ഖദമ സ്വിദ്ഖിൻ. മുഅ്മിനീങ്ങൾക്കുള്ള സന്തോഷവാർത്ത എന്താ? അന്നലഹും ഖദമ സ്വിദ്ഖിൻ. ഖദമ സ്വിദ്ഖിൻ. ഖദമ എന്ന കാൽപ്പാട് നടത്തേണ്ടത്, പ്രവർത്തിക്കുക നടത്തേണ്ടത്. ഖദമുൻ കാൽപ്പാട്, ഖദമ പ്രവർത്തിക്കുക. ഇതിനൊക്കെ സ്വിദ്ഖ് എന്ന സത്യം, യാഥാർത്ഥ്യം. അതൊരു പ്രയോഗമായിട്ട് മഹത്തരമായ പദവി, അക്ഷയമായ പ്രസിദ്ധി, സൽകീർത്തി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഖദമ സ്വിദ്ഖിൻ, മഹത്തരമായ പദവി. അത് അവർക്കാർക്കുണ്ട്? മോമിനീങ്ങൾക്കുണ്ട്. അത് ഏറ്റവും വ്യക്തമായിട്ടുള്ളത് സ്വർഗത്തിൽ, ദുനിയാവിൽ ലഭിക്കും. ദുനിയാവിൽ ചിലപ്പോൾ ലഭിക്കാതെ ഇരുന്നേക്കും. അപ്പോൾ അതാണ് ഖദമ സ്വിദ്ഖിൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം എന്താണ്? മഹത്തായ പദവി, ഉന്നതമായ പദവി. അത് എവിടുന്നാണ് കിട്ടുക? പരലോകത്ത് വെച്ചിട്ട്. ഇൻദ റബ്ബിഹിം, കണ്ട അവരുടെ റബ്ബിൻ്റെ അടുക്കൽ. ഇതാണ് സന്തോഷവാർത്ത. എന്നാൽ താക്കീത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അത് ഇതിൻ്റെ നേരെ എതിരായിരിക്കും. അവർക്ക് ഏറ്റവും നിന്ദ്യമായ പദവി, നിന്ദ്യമായ സ്ഥാനം. ഖാലൽ കാഫിറൂന, കാഫിറുകൾ പറയുന്നു, ഇന്ന ഹാദ, ഈ മനുഷ്യനുണ്ടല്ലോ, സാഹിറുൻ. സാഹിർ എന്ന് പറഞ്ഞാൽ എന്താ? വശീകരണം നടത്തുന്നവൻ, മാരണവിദ്യ നടത്തുന്നവൻ, ജ്യോത്സ്യം നടത്തുന്നവൻ, ആഭിചാരം നടത്തുന്നവൻ. നമുക്കറിയാമല്ലോ, സിഹിർ നടത്തുക, സിഹിർ ചെയ്യുന്നവനാണ്. മുബീൻ, വ്യക്തമായും ഒരു മാരണക്കാരൻ. ഇയാൾ പറയുന്ന വചനങ്ങളൊക്കെ ഒരു മാരണക്കാർ പറയണ മാതിരിയാണ്. ഇത്തരത്തിലാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്
ഈ സൂക്തം അവതരിപ്പിക്കുന്നത് മക്ക ജീവിതത്തിൻ്റെ ഏകദേശം അവസാനത്തിൽ. സൂറത്ത് യൂനുസ് മക്കിയായ സൂറയാണല്ലോ. അപ്പോൾ ഒന്നുകൂടെ അർത്ഥം കൊണ്ട് അവസാനിപ്പിക്കാം. അക്കാന ലിന്നാസി അജബൻ, ജനങ്ങൾക്ക് അത്ഭുതമാണോ? അന ഔഹൈന ഇലാ റജുലിൻ മിൻഹും, ഔഹൈന എന്ന വഹയി നൽകുക, ദിവ്യബോധനം നൽകുക. നാം വഹയി നൽകുന്നു എന്നുള്ളതിൽ അവരിലെ ഒരാളിലേക്ക്, റജുലിൻ മിൻഹും എന്ന അവരിലെ ഒരാളിലേക്ക്, അനന്തിരിന്നാസ, താങ്കൾ ജനങ്ങൾക്ക് താക്കീത് നൽകണം, വ ബഷീരില്ലദിന ആമനു, വിശ്വസിച്ചവർക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും വേണം, അന്ന ലഹും ഖദമ സിദ്ഖിൻ, അവർക്ക് മഹത്തായ സ്ഥാനമുണ്ടെന്ന്, പദവിയുണ്ടെന്ന്, ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ അടുത്ത്. ഖാലൽ കാഫിറൂന, നിഷേധികൾ പറയുന്നു, ഇന്ന ഹാദാ, തീർച്ചയായും ഇയാൾ, അല്ലെങ്കിൽ ഇത് ഖുർആൻ, അങ്ങനെയുണ്ട്, ല സിഹറുൻ, അപ്പം ല സിഹറുൻ ആവും, മാരണമാണെന്ന്. ഇന്ന ഹാദാ, ഇദ്ദേഹം, ല സാഹിറുൻ, മാരണക്കാരനാണ്. അല്ലെങ്കിൽ ഇന്ന ഹാദാ ല സിഹറുൻ, അങ്ങനെയും വായിക്കാം, അങ്ങനെയും ഖുർആനിൽ പറയണമുണ്ട്. ഇന്ന ഹാദാ ല സാഹിറുൻ മുബീൻ, ഇയാൾ വ്യക്തമായും തെളിഞ്ഞ മാരണക്കാരൻ തന്നെ എന്നവർ പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാർ അഖിലത്തിലും, പ്രവാചകന്മാരിൽ മുഴുവത്തിലും വിശ്വസിക്കുന്ന, പ്രവാചകന്മാരുടെ വേദങ്ങളിൽ വിശ്വസിക്കുന്ന, ഖുർആനും നബിചര്യയും അനുസരിച്ച് ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു തആല ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും അല്ലാഹു തആല സമാധാനം നൽകി നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.